നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. നാഹൂമിന്റെ പ്രവചനം 1-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നിനവയെക്കുറിച്ചുള്ള പ്രവാചകൻ എൽക്കോശ്യനായ നഹൂമിന്റെ ദർശന പുസ്തകം. ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ ദീർഘക്ഷമയും മഹാദൈവവും ഉള്ളവൻ. അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. മേഘം അവന്റെ കാൽക്കീഴെ പൊടിയാകുന്നു. അവൻ സമുദ്രത്തെ ഫൽസിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാശാനും കർമ്മേലും വരളുന്നു. ലെബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു. അവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു. കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ. അവന്റെ ക്രോധത്തിന് മുമ്പിൽ ആർ നിൽക്കും? അവന്റെ ഉഗ്രകോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും? അവന്റെ ക്രോധം തീ പോലെ ചുരിയുന്നു. പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും. തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത്? അവൻ മുടിവ് വരുത്തും. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. അവർ കൂടിപ്പിണിഞ്ഞ് ഇരിക്കുന്ന മുള്ളുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ തീക്ക് ഇരയായിത്തീരും. യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസ്സാരത്വം ആരോപിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവർ പൂർണ്ണ ശക്തന്മാരും അവണ്ണം തന്നെ അനേകരും ആയിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവൻ കഴിഞ്ഞു പോകുകയും ചെയ്യും. ഞാൻ നിന്നെ താഴ്ത്തി എങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും. നിന്റെ ബന്ധനങ്ങൾ അറുത്ത് കളയുകയും ചെയ്യും. എന്നാൽ യഹോവ നിന്നെക്കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഉണ്ടാകയില്ല. കുത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളയും. നീ നിസ്സാരനായിരിക്കയാൽ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കും എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇതാ, പർവ്വതങ്ങളിൽ മേൽ സുവാർത്ത ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ. യഹൂദയെ, നിന്റെ ഉത്സവങ്ങളെ ആചരിക്ക, നിന്റെ നേർച്ചകളെ കഴിക്ക. നിസ്സാരന്മാർ ഇനി നിന്നിൽ കൂടി കടക്കയില്ല. അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. BC 722 ഇസ്രയേലിനെ അശൂര് അടിമയാക്കുന്നത്. തുടർന്ന് BC 700 സൻഹരീബ് എന്ന രാജാവ് അശൂരിന്റെ തലസ്ഥാനം എന്നുള്ള നിലയിൽ നിനവെ പട്ടണത്തെ പണിത് ഉയർത്തി. ഈ അശൂര്യർ, നിനവെ തലസ്ഥാനമായ അശൂര്യർ, ഇസ്രയേലിനെ കരുണകൂടാതെ പീഡിപ്പിച്ചു. അവിടെ ഇസ്രയേൽ പണ്ട് മിസ്രയീമിൽ നിലവിളിച്ചതിനേക്കാൾ അവര് നിലവിളിക്കുവാൻ ഇടയായിത്തീർന്നു. അത് കേട്ട സ്വർഗത്തിലെ ദൈവം ഇസ്രയേലിനെ അവിടുന്ന് വിടുവിക്കാൻ മാത്രമല്ല, അശൂരിനെ അല്ലെങ്കിൽ നിനവയെ ശിക്ഷിക്കാനും തകർത്ത് തരിപ്പണമാക്കാനും തീരുമാനിച്ചു. ആ കാര്യമാണ് നാഹൂം എന്ന പ്രവാചകനിലൂടെ ദൈവം അറിയിക്കുന്നത്. നിനവയെക്കുറിച്ചുള്ള പ്രവാചകം എന്ന് പറഞ്ഞാണ് നാഹൂം പുസ്തകം ആരംഭിക്കുന്നത്. അശൂരിന്റെ തലസ്ഥാനമായ നിനവയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ആയതുകൊണ്ട് ഡൽഹിയെക്കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ ഉദ്ദേശിക്കുന്നത് പോലെ അശൂരിനെയാണ് ഉദ്ദേശിക്കുന്നത്. BC 663 ആകാം ഈ പ്രവചനം നാഹൂം എഴുതിയത് എന്ന് കണക്കാക്കപ്പെടുന്നു. ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്ന
അശൂരിനെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുന്ന ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ പുസ്തകം വിവരിക്കുന്നു. നിനവയുടെ പ്രധാന പാപങ്ങളിൽ ഒന്ന് മദ്യപാനം ആണെന്നാണ് 11 വാക്യം പറയുന്നത്. മദ്യപാനത്തോട് ബന്ധപ്പെട്ട് വിഗ്രഹാരാധനയുമുണ്ട്. കാരണം നമുക്കറിയാം, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ പിൻഗാമി ബെൽഷസർ തന്റെ വെപ്പാട്ടികളോടുകൂടെ വീഞ്ഞ് കുടിക്കുക മാത്രമല്ല, അദ്ദേഹം വിഗ്രഹാരാധന ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് ഒരു കൈപ്പത്തി വന്ന് ചുവരിൽ എഴുതിയതും ആ രാത്രി അയാൾ കൊല്ലപ്പെട്ടതും. അതുപോലെ അവരുടെ പിൻഗാമികളായ അശൂർക്കാര് മദ്യപാനികളും വിഗ്രഹാരാധികളും ആയിരുന്നു. ദൈവം ഇതിനിടയ്ക്ക് യോനയെ അയച്ച് ഈ അശൂർക്കാരോട്, അശൂരിന് തലസ്ഥാനമായ നിനവയോട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. അവര് താൽക്കാലികമായി ഒന്ന് മാനസാന്തരപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അത് BC 612 എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷെ അവര് പിന്നെയും പാപത്തിലേക്ക് തിരിഞ്ഞു. ദൈവം പറയുന്നത് 3ഉം 8ഉം വാക്യങ്ങളിൽ പറയുന്നത്, ദൈവം നിനവയെ കൊടുങ്കാറ്റുകൊണ്ടും പേമാരുകൊണ്ടും മുക്കിക്കൊല്ലുമെന്നാണ്. എന്നാൽ തന്നെ ഭയപ്പെട്ട് തങ്ങളിലേക്ക് മടങ്ങി വന്ന ഇസ്രായേലിന് ദൈവം നല്ലവനായിരിക്കും എന്നാണ് 7ാം വാക്യം. പാപനിമിത്തം മുമ്പ് ദൈവം ഇസ്രായേലിനെ താഴ്ത്തിയെങ്കിലും ഇനി താഴ്ത്തുകയില്ല എന്നാണ് 12ാം വാക്യം. ശത്രുരാജ്യങ്ങളുടെ സകല ബന്ധനങ്ങളെയും ഇസ്രായേലിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുന്ന കാര്യം 13 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ നിനവയുടെ പേര് പോലും ദൈവം ഇല്ലാതാക്കുമെന്നാണ് 14ാമത്തെ വാക്യം. അത് BC 612 സംഭവിക്കാനിടയായി. 15ാം വാക്യം റോമാലേഖനം 10ാം അധ്യായം 15ാം വാക്യത്തിൽ പൗലോസ് ഉദ്ധരിക്കുന്നുണ്ട്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരം. അതാണ് റോമാലേഖനത്തിലുള്ളത്. അതാണ് നഹൂമിന്റെ പ്രവചനം 1ാം അധ്യായം 15ാം വാക്യത്തിലുള്ളത്. ദൈവം ഇസ്രായേലിനോട് കോപിച്ചിരുന്ന കാലത്ത് അവർ യഹോവയുടെ വചനം അന്വേഷിച്ച് സമുദ്രം മുതൽ സമുദ്രം വരെ, വടക്ക് മുതൽ തെക്ക് വരെയൊക്കെ അലഞ്ഞു നടന്നു, കണ്ടുകിട്ടിയില്ല. പക്ഷെ ആ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. തലങ്ങും വിലങ്ങും ദൈവവചനം കേൾക്കാനുള്ള അവസരം ദൈവം നൽകുകയാണ്. വീണ്ടും ദൈവം പ്രവാചകന്മാരെ അയക്കുകയാണ്. ഇസ്രായേൽ പർവ്വതങ്ങളിൽ നിന്ന് പ്രവാചകന്മാർ ഘോഷിക്കുവാൻ ഇടയാക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം, സുവിശേഷം, രക്ഷാമാർഗം കേൾക്കുന്നത് ഭാഗ്യമാണ്. അത് ദൈവം കേൾപ്പിക്കുന്നത് നമ്മോടുള്ള ദൈവത്തിന് കരുണയാണ്. അത് കേട്ട് അനുസരിച്ച് ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, ദൈവമക്കളായി തീരാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, കൃപയാൽ നമുക്ക് നന്മ സുവിശേഷിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായി. അത് മനോഹരമെന്ന് തിരുവെഴുത്ത് പറയുന്നു. നമുക്ക് ആ മനോഹരാവസ്ഥയിലേക്ക് വരുവാനിടയായി. കർത്താവിനെ കൈക്കൊള്ളാനും ദൈവരാജ്യത്തിന് ഒരുങ്ങാനും ഇസ്രായേലിനോടൊപ്പം ദൈവരാജ്യത്തിന്റെ അവകാശം പങ്കിടാനും നമുക്ക് ഏറെ താമസിയാതെ സാധിക്കും. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.